അഭിവന്യ പിതാവേ, തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാമ്പ്ളാനി പിതാവേ, എടൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയെ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായി ഉയർത്തിക്കൊണ്ടുള്ള പുറപ്പെടുവിക്കുന്ന ഡിക്രി വായിച്ച് ഈ ദേവാലയത്തെ ഈ പദവിയിലേക്ക് ഉയർത്തണമെന്ന് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. എടൂര് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തെ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായി തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. അഭിവന്യ പിതാവിൻ്റെ പ്രഖ്യാപനത്തിനു ശേഷം ദൈവജനം സന്തോഷത്തോടെ കരഘോഷം മുഴക്കുകയും ഒപ്പം തന്നെ അതിനുശേഷം ഇതിൻ്റെ ഡിഗ്രി തലശ്ശേരി അതിരൂപതയുടെ വൈസ് ചാൻസലർ പ്രിയപ്പെട്ട റാത്തപ്പള്ളിയച്ചൻ വായിക്കുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം ദൈവജനം ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രഗീതം ആലപിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകൃപയാലും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മനോഗുണത്താലും തിരുസഭയുടെ നിയോഗത്താലും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായ ഞാൻ എന്നിൽ നിക്ഷിപ്തമായ സൈഹിക അധികാരത്താൽ എടൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി ഇതിനാൽ പ്രഖ്യാപിക്കാം. തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാമ്പ്ളാനി എടൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയെ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായി ഉയർത്തിക്കൊണ്ട് പുറപ്പെടുവിക്കുന്ന ഡിക്രി തലശ്ശേരി അതിരൂപതയിലെ ആദ്യകാല കുടിയേറ്റ കേന്ദ്രമായ എടൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയം അതിരൂപതയിലെ പ്രധാന മരിയൻ ദേവാലയങ്ങളിൽ ഒന്നാണ്. 1946 സ്ഥാപിതമായ എടൂർ ഇടവക ആഴമായ വിശ്വാസ ജീവിതം നയിക്കുന്ന ആരാധന സമൂഹത്താൽ സമ്പന്നമാണ്. 1970 പണി തീർത്ത് പരിശുദ്ധ കന്യകാ മറിയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ദേവാലയം ഈ ദേശത്തിന് മുഴുവൻ അനുഗ്രഹത്തിന്റെ സ്രോതസ്സായി നിലകൊള്ളുന്നു. 7 പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്തിന് മുഴുവൻ ആത്മീയ ചൈതന്യം പകരുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എടൂർ ഇടവക ദേവാലയത്തെ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിക്കുന്നു. ഈ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കുക, ജപമാല പ്രാർത്ഥന ചൊല്ലുക, പരിശുദ്ധ പിതാവിന്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക, ഭാരതത്തിന്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിങ്ങനെ ദണ്ഡവിമോചന പ്രാപ്തിക്കാവശ്യമായ വ്യവസ്ഥകൾ പാലിക്കുന്നവർക്ക് ഈ ദൈവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. തീർത്ഥാടന ദേവാലയമായി ഉയർത്തപ്പെടുന്ന ഈ ദേവാലയത്തിൽ പ്രത്യേക ആത്മീയ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കണം. എല്ലാ ശനിയാഴ്ചകളിലും ദേവാലയത്തിൽ 3 സമയങ്ങളിൽ വിശുദ്ധ മറിയത്തോടുള്ള നൊവേനയും വിശുദ്ധ കുമ്പസാരത്തിനുള്ള സൗകര്യവും ക്രമീകരിക്കണം. എടൂർ ഇടവക സമൂഹത്തിനും തീർത്ഥാടകരായി ദേവാലയം സന്ദർശിക്കുന്ന വിശ്വാസികൾക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നിരന്തര മധ്യസ്ഥം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളേവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുന്നു. മാർ ജോസഫ് പാമ്പ്ളാനി, തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത, ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ, ചാൻസലർ, തലശ്ശേരി അതിരൂപതയുടെ കാര്യാലയത്തിൽ നിന്നും 2024 നവംബർ 30 വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ ദിനത്തിൽ നൽകപ്പെട്ടത്.
രക്ഷകൻ